ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈറ്റിൽ സെൽഫ് ത്രെഡ് എംബ്രോയിഡറിയും അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് ത്രെഡ് എംബ്രോയിഡറിയും വെച്ച് വന്നിരിക്കുന്ന കോട്ട സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. 2590 റേഞ്ചിൽ വളരെ അടിപൊളിയായിട്ടുള്ള കുറച്ച് സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല എല്ലാ മാസവും ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3 പേരെ വീതം സെലക്ട് ചെയ്ത് അങ്ങനെ ടോട്ടൽ 9 പേർക്ക് നമ്മൾ എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിൻ്റെ കൂടെ നിങ്ങൾ കാണാറുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ മാസത്തെ നമ്മൾ ഉടനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. വരുന്നത് ഇത് ഞാൻ പറയട്ടെ, വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഉജാല വൈറ്റ് അങ്ങനത്തെ വൈറ്റ് അല്ല കേട്ടോ, ഭയങ്കര ഭംഗിയുള്ളൊരു വൈറ്റാണ്. ഒരു ചെറിയൊരു ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. വൈറ്റ് നമ്മളിങ്ങനെ കാണുമ്പോൾ വൈറ്റിലാണ്, അല്ലാതെ ഈ ഉജാല വൈറ്റ് പോലെ ഭയങ്കര തെളിഞ്ഞു നിൽക്കുന്ന വൈറ്റ് അല്ല. നല്ല ബ്യൂട്ടിഫുൾ സാരി കേട്ടോ. അതിനകത്ത് ഇങ്ങനെ സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയും വരുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ കോൺട്രാസ്റ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയും വരുന്നുണ്ട്. എൻ പോർഷനിൽ ഇങ്ങനെ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോഴും ബ്ലൗസ് കുറച്ചുകൂടെ വ്യത്യാസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അതെ, അതിൻ്റെ മെയിൻ പോർഷനിൽ ഇങ്ങനെ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് ഈ ബ്ലൗസ് പീസ് തന്നെ തയ്ച്ചാൽ മതി. 2590 ഇതിൻ്റെ റേറ്റ് വരുന്നത്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. അതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോഴും നമുക്ക് ലോവർ ഹാഫിൽ സാധാരണ എംബ്രോയിഡറി സാരീസ് വരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. അതെ, 2590 റേഞ്ചിൽ വരുന്ന സാരീസ്. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ലോവർ ഹാഫിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതാണ് ഫസ്റ്റ് സാരി വരുന്നത്. അടുത്തത് ബേസ് കളർ എല്ലാം സെയിം തന്നെ. നമുക്ക് ആ കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ കളറ് ഒരു ചെറിയൊരു ലെമൺ യെല്ലോയും മസ്റ്റർഡ് യെല്ലോയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത്. 2590. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂവും അല്പം ഒരു ഡാർക്ക് ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. 2590 റേഞ്ചിൽ വരുന്ന സാരീസ്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണി സെയിം തന്നെയാണ്, വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിളാണ്. ഒരു ചർച്ച് വെയർ ആയിട്ടും അങ്ങനെയൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല അടിപൊളി സാരീസാണ്. പിന്നെ അല്ലാതെ ഒരു ബാപ്റ്റിസത്തിന് കൊടുക്കണമെങ്കിലോ അല്ലാതെ ഒരു എന്തെങ്കിലും അങ്ങനെയുള്ള ഫങ്ഷൻസിന് കൊടുക്കണമെങ്കിലൊക്കെ അടിപൊളി സാരീസാണ്. ഒരു ലൈറ്റ് പീച്ച് ഡാർക്ക് പീച്ച് കോമ്പിനേഷൻ, ലൈറ്റ് ആൻഡ് ഡാർക്ക് പീച്ച് കോമ്പിനേഷനിൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത്. 2590. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു പിങ്ക്. എല്ലാ കളേഴ്സും നല്ല അടിപൊളിയാണ് കേട്ടോ. ആ ഒരു വൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ബേസ് കളറും ഭയങ്കര ഒരു നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പല ടൈപ്പ് വൈറ്റ്സ് ഉണ്ടല്ലോ. അതിനകത്ത് ഇത് നല്ല രസമുള്ളൊരു വൈറ്റ്.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കോട്ട സാരീസിൽ വൈറ്റിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കോട്ട സാരീസിൻ്റെ കളക്ഷൻസ്. ഇത് സ്റ്റാർച്ച് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് കൊടുക്കാവുന്ന സാരീസാണ്. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.